അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് BJP നീക്കം ആരംഭിച്ചു. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്ത് നടന്ന വിമോചന സമരത്തിനിടെ വെടിവെപ്പുണ്ടായ ഒല്ലൂർ ഫൊറോന ദേവാലയം BJP സംസ്ഥാന അധ്യക്ഷൻ സന്ദർശിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ വിശ്വാസങ്ങളെ അടിച്ചമർത്തുന്നുവെന്നും ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ BJPക്ക് ലഭിക്കുമെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 1959 ജൂലൈ 23-നാണ് വിമോചന സമരത്തിന്റെ ഭാഗമായി ഒല്ലൂർ ഫൊറോന ദേവാലയത്തിനു നേരെ വെടിവെപ്പ് നടന്നത്. ദേവാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. വെടിവെപ്പിന്റെ ഓർമ്മയ്ക്കായി ദേവാലയ ചുമരിൽ ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. ദേവാലയവും വെടിവെപ്പ് നടന്ന സ്ഥലവും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സന്ദർശിച്ചു. ഒല്ലൂർ പള്ളി വികാരി സുരേന്ദ്രനെ സ്വീകരിച്ചു. വിമോചന സമരകാലം ഓർമ്മിപ്പിക്കുന്നതാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. വിശ്വാസികളെ അടിച്ചമർത്തുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ന്യൂനപക്ഷ സമുദായം BJPക്കൊപ്പം നിൽക്കുമെന്ന് സുരേന്ദ്രൻ അവകാശപ്പെട്ടു. 59-ലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത്തരത്തിലുള്ള പല അതിക്രമങ്ങളും കാണിച്ചിട്ടുണ്ട്. വിമോചന സമരകാലത്ത് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയാണ് ആ സർക്കാരിനെതിരായിട്ടുള്ള സമരം നടത്തിയത്. ഇന്നിപ്പോൾ അതേപോലത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയാണ് BJP. ക്രൈസ്തവ വോട്ടുകൾ കൂടി നേടിയാലേ വിജയിക്കാനാകുമെന്ന ബോധ്യമാണ് ദേവാലയ സന്ദർശനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ BJPയെ പ്രേരിപ്പിക്കുന്നതും. റിപ്പോർട്ടർ, തൃശൂർ.